നമസ്കാരം. സതീശേട്ടോ, നമ്മുടെ വയനാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രിയങ്ക ഗാന്ധിയാണെന്ന് കേട്ടല്ലോ. ഇന്നലെ ഗറഗെ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്താണ് പ്രിയങ്ക ഗാന്ധിനെ പറ്റി പറയാനുള്ളത്? ഞങ്ങളൊന്ന് കേൾക്കട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞു, രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ 2 മണ്ഡലത്തിനും സന്തോഷമാകുന്നൊരു തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം റായ്ബറേലിയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലിയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത്. ദേശീയ തലത്തിൽ UP ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരണം. എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ്. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ല സതീശേട്ടാ, ഇത്ര നാൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിയാണ് കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്നല്ലേ. അപ്പം ഇപ്പോൾ സതീശേട്ടൻ പറഞ്ഞതിൻ്റെ മറ്റൊരു തലം പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക ഗാന്ധി എന്നല്ലേ. പോട്ടെ, അല്ലെങ്കിലും ഈ ഓന്ത് മാറുന്നത് പോലെ നിറം മാറി അവസരവാദിയായിട്ടൊക്കെ ഒരുപാട് ഫാൻസി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണല്ലോ സതീശേട്ടൻ. ഞാനത് ഓർക്കണമായിരുന്നു. പോട്ടെ, രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും. സതീശേട്ടൻ നമ്മുടെ DCC ഫ്രണ്ടിൽ തൃശ്ശൂർ പോസ്റ്ററിന്റെ മേളമാണ്. ചാനൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് DCC അടി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി, ഇതൊക്കെ തന്നെയാണ് കേൾക്കാനുള്ളത്. ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ പൊന്നോമന മുത്തുകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് എന്താ പറയാനുള്ളത്? അങ്ങ് പറ, കേക്കട്ടെ. തൃശ്ശൂരിലെ കാര്യം കൂടി വന്നാൽ തൃശ്ശൂരിൽ ഇന്ന് വരെ പോസ്റ്റർ വിവാദം നിരന്തരമായ പ്രശ്നങ്ങളാണ്. നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു, പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ചു, പുതിയ DCC പ്രസിഡന്റിനെ വെച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഈ വല്ലവരും കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ എടുക്കാൻ പോണ? രാവിലെ വീടിന് ആർക്കും വേണമെന്ന് ഒട്ടിക്കുക, ഒരു CPM കാരന് ഒട്ടിക്കാം, ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനി വേറെ ക്യാമറ വയ്ക്കാം, ആരാണ് ഒട്ടിക്കണമെന്ന് അറിയാൻ വേണ്ടി. ഈ പോസ്റ്റർ ഒട്ടിക്കണൊക്കെ വല്ലേ അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത്. ആർക്കും വേണമെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത്. നിങ്ങൾ 2 ദിവസം ആ പോസ്റ്റർ ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം. പാർട്ടി ഓഫീസിന് അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ ചെന്നിട്ട് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ്. മനസ്സിലായല്ലോ, അംബാനെ സൂക്ഷിക്കും എന്നാണ് സതീശേട്ടൻ പറഞ്ഞേക്കണം. നിങ്ങൾ ഈ പടം പിടിക്കാൻ പോകണോണ്ടാണ് പോസ്റ്ററൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് ഇനി പടം പിടിക്കാൻ പോകണ്ട എന്ന് തന്നെയാണ് സതീശേട്ടൻ മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്നത്. കേട്ടല്ലോ. അപ്പൊ ഇനി സതീശേട്ടൻ പറഞ്ഞ പോകരുത്, അങ്ങനെയാണല്ലോ ശീലം. വയനാടിൽ അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ആദ്യ സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി LDFന്റെയും BJPയുടെയും ഒക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. രാഹുൽ ഗാന്ധി വയനാടിനോട് ചെയ്ത ചതി ആദ്യം നമുക്കൊന്ന് നോക്കാം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഈ തിരഞ്ഞെടുപ്പിൽ 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്. 2 ഇടങ്ങളിലും അദ്ദേഹത്തിന് റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായി എന്നത് ഒരു വാസ്തവം തന്നെയാണ്, സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ 2 ഇടങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അദ്ദേഹം മത്സരിച്ച റായ്ബറേലി ആണെങ്കിലും വയനാടാണെങ്കിലും കോൺഗ്രസിൻ്റെ കോട്ടയാണ് എന്ന് പറയാതെ വയ്യ. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ BJPക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് ചോദിച്ചാൽ BJP ഒന്നും അവിടെ ഒട്ടും സ്വാധീനമുള്ള പാർട്ടിയെ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. വയനാടിനെയൊക്കെ സംബന്ധിച്ച് വെറും 4% മാത്രമാണ് അവർക്ക് അവിടെ വോട്ടുള്ളൂ. ഇവിടെ വയനാടിൽ LDFനെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നത്. ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാടിൽ വന്ന് മത്സരിച്ചത്. ഇന്ത്യ മുന്നണി തുടക്കമൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇന്ത്യ വിരുദ്ധ മുന്നണികളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ആകട്ടെ മത്സരിച്ച 2 ഇടങ്ങളിലും BJPയുടെ ഒരു കോട്ടയുമായിരുന്നില്ല. UDFന്റെ കോട്ടയിൽ നിന്ന് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാക്കാനും സാധിച്ചു. അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഒരു BJPയുടെ കോട്ടയിൽ നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ 2 സീറ്റുകൾ കൂടി, അല്ലെങ്കിൽ പോട്ടെ അദ്ദേഹം മത്സരിച്ച ആ ഒരു BJPയുടെ ഒരു സീറ്റ് കൂടി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിനെ പറ്റിയൊരു സാഹചര്യമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന ഒരു വസ്തുതയൊക്കെയാണല്ലോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെയാണ് വയനാടിനെ ചതിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി ഞാൻ മറ്റൊരിടത്ത് കൂടി മത്സരിക്കുമെന്ന് വയനാടിലെ ജനതയോട് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ആനി രാജ
ഒരു തവണ പ്രചാരണം നടക്കുന്ന സമയത്ത് പറഞ്ഞതായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളെ രാഹുൽ ഗാന്ധി ഇനിയും പറ്റിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് വയനാട് ജനതയൊക്കെ രാഹുൽ ഗാന്ധിയെ വീണ്ടും വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടിരിക്കുകയാണ്. അദ്ദേഹമാകട്ടെ എന്താണ് ചെയ്തത്? അവർ കാണിച്ച പ്രതിബദ്ധതയുടെ പകുതി പോലും കാണിച്ചില്ല. റായ്ബറേലി ഇങ്ങനെ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ വയനാടിനെ ഇങ്ങനെ അങ്ങ് കൈവിട്ടു. എൻ്റെ കുടുംബമാണ് വയനാട് എന്നൊക്കെയാണ് അദ്ദേഹം നിന്നിരുന്നങ്ങ് പറഞ്ഞത്. മലയാളികൾ പാവം വയനാട് ജനത അത് വിശ്വസിച്ച് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ടു. രാഹുൽ ഗാന്ധിയുടെ ഒരു വിജയത്തെ ഒന്ന് നമ്മൾ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് ഒരു വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ്. ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് അദ്ദേഹം അർഹനാണോ എന്ന് ചോദിച്ചാൽ ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന് വയനാട്ടിൽ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വന്യജീവി ആക്രമണത്തിലൊന്നും സ്വാഭാവികമായിട്ടും ഒരു ലോകസഭയിൽ നടന്നിട്ടുള്ള പാർലമെന്റിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ പോലും അദ്ദേഹത്തിന് വയനാടിന് വേണ്ടി വാദിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ സർക്കാർ ഈ വന്യജീവി ആക്രമണത്തെ തുരുത്താൻ വേണ്ടി വെച്ച പദ്ധതി BJP മുടക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പോലും സംസാരിക്കാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഒരു വയനാടിൽ വന്യജീവി ആക്രമണത്തിൽ 17 ദിവസം കൊണ്ട് 3 പേര് മരിച്ചൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത്. അന്ന് ആ സമയത്ത് പോലും ഭാഷ പോലും അറിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. ഞങ്ങളുടെ വികാരം എങ്ങനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറയും എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞ സാഹചര്യം ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവിടുത്തെ ജനതയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അതിലും വലിയ ഒരു ദുരന്തമായി മാറി. ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ജനങ്ങൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, അവർ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത്. അതായത് 2 ഇടങ്ങളിൽ മത്സരിക്കുന്നു, എന്നിട്ട് ഒരു മണ്ഡലം ഉപേക്ഷിക്കുന്നു, പിന്നെ ആ സ്ഥലത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ ഇത്തരത്തിൽ ഈ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ആ ഒരു സംഗതി ഒഴിവാക്കേണ്ട ഒരു ആവശ്യകത വളരെ അനിവാര്യമാണ്. കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെയൊക്കെ വല്ല ശരിക്കും ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഈ 2 ഇടങ്ങളിൽ മത്സരിച്ച് ഒരിടത്ത് മാത്രം നമ്മൾ എന്താ പറയുക MP ആയിട്ട് നിൽക്കുന്നു, മറ്റൊരു മണ്ഡലം വിടുന്ന സാഹചര്യം കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ജയിച്ചാൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണല്ലോ ആ സീറ്റ്. അവിടെ BJP ജയിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇനി LDFന്റെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കാനുണ്ട്. മാത്രവുമല്ല ഇനി നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയനാട് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് മലയാളം എന്ന് പറയുന്ന ഭാഷ അറിയുകൂടിയില്ല. രാഹുൽ ഗാന്ധി ജയിച്ച ശേഷം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വയനാട്ടിലേക്ക് തിരിഞ്ഞു പോലും അദ്ദേഹം നോക്കിയിട്ടില്ല. 1 2 തവണയൊക്കെ മാവേലി വരും പോലെ വരുമെന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വയനാടുകാർ പോലും കണ്ടിട്ടില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി ജയിച്ചാലും എന്താകും അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കേരളത്തിലെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ വലിയ സങ്കടത്തിൽ തന്നെയാകും. അതവർ പ്രകടിപ്പിക്കാത്തതുകൊണ്ടാകാം. കാരണം രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജയിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം റായ്ബറേലിയിൽ ജയിക്കും എന്ന കാര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വയനാട് കൈവിടും. അങ്ങനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ആ മണ്ഡലം കിട്ടുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. മുരളീധരൻ അടക്കം ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ ലോക്സഭയിലേക്ക് പോകാൻ കഴിയാത്തതിൽ ഏറ്റവും വലിയ സങ്കടം അനുഭവിക്കുന്ന ഒരാൾ മുരളീധരനാണ്. എനിക്ക് വടകരയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് മുരളീധരൻ പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആർക്കും ആ സീറ്റ് കൊടുത്തില്ല. അത് പ്രിയങ്ക ഗാന്ധിക്കാണ് അവിടെ ആ സീറ്റ് കൊടുത്തത്. ഇനിയിപ്പോൾ പഴയതുപോലെ പ്രചാരണമൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവോ എന്നുള്ള കാര്യമൊക്കെ നേരത്തെ എന്തായാലും പ്രവർത്തകർ ചോദിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഈ ഇലക്ഷനോട് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ VD സതീശനൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി സ്തുതിയൊക്കെ പാടി തുടങ്ങി. രാഹുൽ ഗാന്ധിയേക്കാൾ ബെറ്റർ പ്രിയങ്ക ഗാന്ധിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. മാത്രവുമല്ല മാധ്യമങ്ങളോടൊക്കെ പറയുകയാണ്, ഇനി DCCയുടെ ഫ്രണ്ടിലും KPCCയുടെ ഫ്രണ്ടിലും ഒട്ടിച്ചേക്കുന്ന പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വിവാദമൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മാത്യു കുഴൽനാടനും പഴയ ഒരു വെടി വീണ്ടും പൊട്ടിച്ചിട്ടുണ്ട്. മാസപ്പടി വിവാദം എന്നോ തേഞ്ഞൊട്ടിയൊരു കേസാണ്. ഇനി മാധ്യമങ്ങൾക്ക് ക്യാപ്സ്യൂൾ ഇറക്കാനും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും ഒക്കെ ഒരു വലിയ ഒരു സംഗതി കിട്ടിയിരിക്കുകയാണ്. അവർ വരും ദിവസങ്ങളിൽ അതൊക്കെ ഉപയോഗിക്കുമായിരിക്കാം. ഉപയോഗിക്കാതിരിക്കില്ലല്ലോ, നമുക്കറിയാമല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ അജണ്ടയും രാഷ്ട്രീയവും ഒക്കെ. ഇനി നമുക്ക് നേരെ
നമ്മുടെ തൃശ്ശൂർ DCCയിലേക്ക് വരികയാണ്. തൃശ്ശൂർ DCCയിൽ വലിയ അടിയിടിയുമാണ് നടക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിന്റെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കാതിരിക്കും? അതായത് സുരേഷ് ഗോപി ജയിക്കാൻ കാരണമായത് കോൺഗ്രസ് ആണെന്ന് ആർക്കാണ് അറിയാത്തത്? കോൺഗ്രസ് വോട്ട് മറിച്ചത് കൊണ്ടാണ്. പ്രതാപ പക്ഷത്തിന്റെ വലിയ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണ പ്രവർത്തകർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവർ തന്നെ സൃഷ്ടിച്ചെടുക്കും. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ വികാര പ്രകടനത്തിന് ഇടയിൽ അവരുടെ പ്രതിഷേധം ഇത്തരത്തിലൊക്കെ അവർ രേഖപ്പെടുത്തിയേക്കും. പക്ഷേ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഒരു നിലപാടാണ് VD സതീശനൊക്കെ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തെപ്പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ ആരാണ് ആ തരത്തിൽ തെറ്റ് ചെയ്തത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒന്നും ശ്രമം നടത്തുന്നില്ല. ഇപ്പോൾ DCCക്ക് മുമ്പിൽ ഒട്ടിച്ചിരിക്കുന്നത് TN പ്രതാപനെതിരെയുള്ള പോസ്റ്ററാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം കാര്യമായി തന്നെ മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കേട്ടതാണ്. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ എത്ര മൃദു സമീപനമാണ് ഈ സതീശൻ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കിക്കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും തൃശ്ശൂർ DCCയിൽ സംഭവിച്ച അപാകതയും സുരേഷ് ഗോപി ജയിച്ചതുമൊന്നും എന്തായാലും സതീശനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് സതീശന്റെ ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സതീശന് ഇപ്പോൾ ആവശ്യം പോസ്റ്റ് ഒട്ടിക്കൽ നിർത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒരു യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഈ അവസരത്തിൽ സതീശന് രേഖപ്പെടുത്താൻ താല്പര്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സുരേഷ് ഗോപി ജയിച്ചു, അതിന് പരോക്ഷമായി കൈയടിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.